അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നൊന്നും വീഡിയോ ആയിട്ടല്ല വന്നത്. മിനിയാന്ന് പറഞ്ഞിട്ട് ബാക്കി വെച്ചിട്ടില്ലേ നമ്മളെ വണ്ടി ഓടിക്കുന്ന കാര്യം, അതിൻ്റെ ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അങ്ങനെ ഇതാ ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തില്ലേ, പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് മാത്രമല്ല വണ്ടിൻ്റെ മുകളിൽ കയറിയിട്ട് പോകാൻ തന്നെ ഭയങ്കര പേടി. നമ്മൾ എതിരെ വരുന്ന വണ്ടിയില്ലേ, അത് എന്നെ കുത്താൻ വേണ്ടിയിട്ട് വരുന്നത് പോലെ. പിന്നെ ഇങ്ങനെ കണ്ണിലെപ്പോഴും കാണൽ ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ റോഡുമേലേക്ക്, നമ്മൾ റോഡിലേക്ക് കയറുന്നു, മെയിൻ റോഡിൽ നിന്ന് കയറുമ്പം ലോറി ബസ് വന്നിട്ട് എന്നെ അടിച്ചിട്ട് അങ്ങ് ഇടുന്നത്. ഇത് മാത്രമേ പിന്നെ കാണലും. ആരെ ബേക്കിൽ കയറിയിട്ട് പോകുമ്പം നമ്മളെ നേരെ വണ്ടി വരുന്നതായിട്ട് എൻ്റെ കണ്ണിൽ ഇങ്ങനെ കാണും. വണ്ടിനെ ഞാൻ മുമ്പിൽ വണ്ടിയിലെ ഡ്രൈവർ ഉണ്ടെങ്കിലും വണ്ടിനെ നിയന്ത്രിക്കുന്നത് ബേക്കിലിരിക്കുന്ന ഞാനായിരിക്കും. ഞാൻ വണ്ടി ഇങ്ങനെ തെറ്റിക്കൽ, എതിർ സൈഡിൽ നിന്ന് വണ്ടി വരുമ്പം ബസ്സും ലോറി ഏത് ചെറിയ വാഹനമായാലും അത് വരുമ്പോൾ നമ്മളെ വണ്ടിനെ ഞാനായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ കുറേ ചീത്തയൊക്കെ എനിക്ക് കിട്ടി. അനിയത്തി സ്ഥിരം വണ്ടി എടുത്തിട്ട് പോകല്ലായി. അപ്പോൾ ഓളെ ബേക്കിൽ കയറിയിട്ട് പോകുമ്പോൾ ഞാൻ പോകുമ്പം വണ്ടി ഇപ്പോൾ ഒരുപാട് തിരക്കുള്ള റോഡെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ ഞാൻ നിർത്തിയിട്ട വണ്ടീൻ്റെ മേലെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കൽ. നമ്മളെ വണ്ടി ഓൾറെഡി ഓടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നിർത്തിയിട്ട വണ്ടീനെ പിടിച്ചിക്കൽ, പേടിച്ചിട്ടിങ്ങനെ ഭയങ്കര പേടി എന്ന് പറഞ്ഞ സംഭവം മനസ്സിലേക്ക് വന്ന് വണ്ടി എടുക്കാൻ കഴിയൂല എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിനി. അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി പിന്നെ വണ്ടി എടുക്കണം എന്നുള്ളൊരു ഇതേ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെ പോകാൻ വേണ്ടിയിട്ടും അനിയത്തിനെ ആശ്രയിക്കലായി. എവിടെ പോകണലും ഓളെ കൂട്ടണം, അങ്ങനത്തെ ഒരിലേക്ക് എത്തി. പിന്നെ അങ്ങനെ കുറേ കാലം അങ്ങനെ അവളെ ബേക്കിൽ കൂടിയിട്ട് അങ്ങനെ പോയി. പിന്നെ പിന്നെ എപ്പോഴും ഇങ്ങനെ ഓളെ ആശ്രയിക്കണം, ഓളെ കൂടെ പോകണം. അപ്പോൾ എനിക്ക് എൻ്റേതായ ഇതിലേക്ക് പോകാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനും അങ്ങനെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്നെ വണ്ടി പഠിക്കണം എന്നില്ല. പെട്ടെന്നൊരു ഇങ്ങനെ തോന്നിയത്, എനിക്കെന്നെ വണ്ടി പഠിക്കണം, ആരെയും ഒരാശ്രയം ഇല്ലാണ്ട് ഇങ്ങനെ ജീവിക്കണം, അങ്ങനത്തെ എല്ലാം ഇതിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊരു പഴയ വണ്ടി വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. ചെറിയ പൈസ കിട്ടുന്ന ഒരു പഴയ വണ്ടി വാങ്ങിത്തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സോടെ എന്നോട് വണ്ടി പഠിക്കാൻ പോകണമെന്നോ വണ്ടി എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഈ കാണുന്ന സ്കൂട്ടി എനിക്ക് വാങ്ങിത്തന്നു. ആ വാങ്ങിത്തരുന്ന ടൈമിൽ ആങ്ങളെയാണ് ഇവിടെ ഉണ്ടായത്. ഓനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ റെഡിയാക്കിയിട്ട് വാങ്ങിത്തന്നതാണ്. അങ്ങനെ വണ്ടി വാങ്ങി എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ വണ്ടി എടുത്തിട്ട് മുമ്പ് ഞാൻ ഓടിച്ചിട്ടില്ലേ വണ്ടി, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ വണ്ടി എടുത്തിട്ട് മെല്ലെ ഞാൻ ആരും അറിയാണ്ട് രാവിലെ തന്നെ എണീറ്റിട്ട് വണ്ടി എടുത്തിട്ട് തൃക്കരിപ്പൂരേക്ക് പോയി. പോകുന്ന പോക്കിൽ ഓതലും ചെല്ലലും ഒക്കെ ആയിരുന്നു. യാസീനൊക്കെ ഓതിയിട്ടാണ് ഞാൻ തൃക്കരിപ്പൂരെത്തിയത്. തിരിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരുമ്പം നമ്മുടെ നാടെത്താൻ ഇനി ബസ് സ്റ്റോപ്പിൻ്റെ അടുക്ക് എത്തുമ്പം തന്നെ എൻ്റെ വണ്ടി വേറൊരു വണ്ടിക്ക് പോയിട്ട് അടിച്ച്. അതായത് എനിക്ക് അന്നേരം ബ്രേക്ക് പിടിക്കണം എന്നില്ല, അങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിട്ട് വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടായിനി. അപ്പോൾ അതിനെ പേടിച്ചിട്ടാണ് അവിടെ മുമ്പിൽ സ്റ്റോപ്പാക്കിയിട്ടുള്ള ഒരു സ്കൂട്ടി ഉണ്ടായിനി, അതിന് പോയിട്ട് അല്ലോ മാറിക്കോന്നും പറഞ്ഞിട്ട് പോയിട്ട് അടിച്ച് അവരെ വണ്ടിക്ക് അടിച്ച് അവരെ ഇൻഡിക്കേറ്ററിലൊക്കെ പൊട്ടി. എന്നിട്ട് ഞാനിങ്ങനെ പാവത്താനൊക്കെ എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നതെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് സാരില്ല നിങ്ങളെ വീട് എവിടെയാന്ന് പോയിക്കോന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ അയച്ച് ഞാനങ്ങനെ കഴിച്ചല്ലേ. പിന്നെ എനിക്കൊരു വാശി വന്ന് എനിക്ക് എന്തായാലും വണ്ടി പഠിക്കണം, പഠിച്ചിട്ട് ഈ വണ്ടി ഓടിക്കണം എന്നില്ല. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് ചേർന്ന് അവിടെ എത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വണ്ടി ഓടിച്ചതും പഠിച്ചതൊക്കെ. അങ്ങനെ എനിക്കറിയുന്ന ആൾ തന്നെയാണ് ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് ഉണ്ടായത്, ഉപ്പാൻ്റെ മെരിയാനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഓന് വണ്ടി തന്നിട്ട് ഓൻ്റെ പണിക്ക് പോകും. ഞാനിങ്ങനെ 1 മണിക്കൂറൊക്കെ വണ്ടി അവിടെ നിന്ന് ഓടിച്ച് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ, വേറെ വണ്ടിയൊന്നും വരാനില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ വട്ടം കറക്കിയിട്ട് അങ്ങനെ ഇതാക്കും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡൊന്നും അറിയില്ല കേട്ടോ ഇത് ഞാൻ പഠിക്കാൻ പോയതും കാര്യമൊന്നും. അങ്ങനെ ഞാൻ എന്താക്കി, ടെസ്റ്റിൻ്റെ അന്ന് ലേണിങ്ങും പാസ്സായി. അതൊക്കെ കഴിഞ്ഞ് ടെസ്റ്റും പാസ്സായതിന് ശേഷം രാവിലെ ടെസ്റ്റ് പാസ്സായിട്ട് ഉടനെ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു, ഞാൻ ഇന്ന സ്ഥലത്തായില്ലേ, ഞാൻ ഡ്രൈവിങ് പാസ്സായി, ടെസ്റ്റ് പാസ്സായി എന്നൊക്കെ പറഞ്ഞ് സർപ്രൈസ് ആയിട്ടാണ് ഞാൻ അതൊക്കെ നേടിയെടുത്തത്. പിന്നെ അതിന് ശേഷം വണ്ടി ഞാൻ റോഡുമ്മലേക്ക്, അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോഴാണ് ഈ മെല്ലെ ഇങ്ങനെ കാല് വെച്ച് നമ്മൾ ജസ്റ്റ് എത്ര തിരക്കിൽ ഓടിക്കാൻ പഠിക്കില്ലേ, അതൊക്കെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോഴാണ് പഠിച്ചത്. അവിടെ രാവിലെ ഫസ്റ്റ് നമ്മൾ പോകുമല്ലോ ട്രയൽ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ വണ്ടി ഉണ്ടാവും, അവരെ ബേക്കിൽ മെല്ലെ പോയിട്ടാണ് അങ്ങനെ എടുക്കാൻ പഠിച്ചത്. പിന്നെ ഞാൻ തിരക്കുള്ള റോഡിലേക്ക് മെല്ലെ ഇറക്കി
അങ്ങനെ ഹൈവേയിലെയും അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ അങ്ങ് ലെവലായി. എന്നിട്ടും ഞാൻ ലൈസൻസ് കിട്ടിയതിന് ശേഷവും 2 പ്രാവശ്യം ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ട്. അപകടമോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. 2 പ്രാവശ്യം എൻ്റെ വണ്ടിയിൽ നിന്ന് വീണിട്ട് ഇതായിട്ടുണ്ട്. പിന്നെ വീകുമ്പം തന്നെ ഞാൻ ഫസ്റ്റ് തുള്ളും. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും വന്നിട്ടില്ല. അങ്ങനെ വീണിട്ടും ഞാൻ പിന്നെ പേടിയോ എനിക്ക് ഭയമോ അങ്ങനത്തെ ഒന്നും അതെല്ലാം എൻ്റെ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ ഞാൻ വണ്ടി എടുത്തിട്ട് എല്ലാ ലോകത്തേക്കും എത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.